ബാക്ക് ടു ഓപ്പൺ മെഡ് സ്കൂൾ. ഞാൻ ഡോക്ടർ ആൻഡ്രൂസ്, പ്രൊഫസർ ഓഫ് മെഡിസിൻ ആൻഡ് കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്. നമുക്കറിയാം, വേനൽക്കാലമാകുമ്പോൾ പലപ്പോഴും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാറുണ്ട്. എന്താണ് മഞ്ഞപ്പിത്തം? അതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധം എന്നിവയെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം. ആദ്യമേ മനസ്സിലാക്കേണ്ടത് മഞ്ഞപ്പിത്തം ഒരു രോഗമല്ല, ഒരു രോഗത്തിൻ്റെ ദൃശ്യമായ ലക്ഷണങ്ങൾ മാത്രമാണ്. ഇത് പറയാൻ കാരണം മഞ്ഞപ്പിത്തം ഒരു രോഗം മാത്രമല്ല, പല രോഗങ്ങളുടെ ഒരു ലക്ഷണമായിട്ടാണ് മഞ്ഞപ്പിത്തം. നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പനി പോലെ, മലേറിയ കൊണ്ട് പനി വരാം, വൈറൽ ഫീവർ കൊണ്ട് പനി വരാം, ന്യൂമോണിയ കൊണ്ട് വരാം എന്ന് പറഞ്ഞതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിനും പല കാരണങ്ങളുണ്ട്. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി നമ്മൾ എപ്പോഴാണ് മഞ്ഞപ്പിത്തം എന്ന് പറയാം? ചർമ്മത്തിൻ്റെ മഞ്ഞ നിറം, കണ്ണുകളുടെ വെള്ളയുടെ മഞ്ഞ നിറം, ഇത് രണ്ടുമാണ് സാധാരണ. പലപ്പോഴും മൂത്രത്തിന് നിറവ്യത്യാസം കാണാറുണ്ട്. ഇങ്ങനെ വരുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ സാധാരണ മഞ്ഞപ്പിത്തം എന്ന് പറയാറ്. എങ്ങനെയാണ് ഈ മഞ്ഞ നിറം ഉണ്ടാകുക? നമുക്കറിയാം, ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുണ്ട്. ഈ ചുവന്ന രക്താണുക്കളുടെ ആയുർദൈർഘ്യം ഏതാണ്ട് 120 ദിവസമാണ്. 120 ദിവസം കഴിയുമ്പോൾ ഈ ചുവന്ന അണുക്കൾ നശിപ്പിക്കപ്പെടുന്നു. അപ്പോഴുണ്ടാകുന്ന ഒരു പദാർത്ഥമാണ് ഈ മഞ്ഞ നിറത്തിന് കാരണമായ ബിലിറുബിൻ. ചുരുക്കി പറഞ്ഞാൽ, ചുവന്ന അണുക്കൾ നശിപ്പിക്കപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് മഞ്ഞ നിറം ഉണ്ടാക്കുന്ന ബിലിറുബിൻ. ഇതിൻ്റെ അളവ് 2 മുതൽ 3 മില്ലിഗ്രാം ആകുമ്പോഴാണ് നമുക്ക് ഈ മഞ്ഞ നിറം ദൃശ്യമാവുന്നത്. ഇത് മനസ്സിലായേണ്ടത്, അതായത് രക്തത്തിലെ ബിലിറുബിൻ്റെ അളവ് കൂടുമ്പോഴാണ് മഞ്ഞ നിറം ഉണ്ടാകുന്നത്. നമുക്കിനി എന്താണ് മഞ്ഞപ്പിത്തത്തിൻ്റെ കാരണങ്ങളെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇത് ഒരു രോഗമല്ല, പല രോഗാവസ്ഥകളിലെ ഒരു ലക്ഷണം മാത്രമാണ്. ആദ്യമേ നമ്മൾ പറഞ്ഞു, ഇത് ചുവന്ന അണുക്കൾ നശിപ്പിക്കപ്പെടുമ്പോഴാണ്. അപ്പം ചുവന്ന അണുക്കൾ അനിയന്ത്രിതമായി നശിപ്പിക്കപ്പെടുന്ന അവസ്ഥകൾ നമുക്കെല്ലാവർക്കും അറിയാം. അരിവാൾ രോഗം, അതുപോലെ പല രോഗം, അല്ലെങ്കിൽ മലേറിയ, ഈ ചുവന്ന അണുക്കളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ ചുവന്ന അണുക്കളുടെ ഘടനയിലോ അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന നാശമാണ് അനിയന്ത്രിതമായ നാശം. 120 ദിവസത്തിന് പകരം വളരെ നേരത്തെ നശിപ്പിക്കപ്പെടുമ്പോഴാണ് ഒരു തരത്തിലുള്ള മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്. ഇത് ലിവറിലേക്ക് അനിയന്ത്രിതമായി ബിലിറുബിൻ എത്തുമ്പോഴാണ് ഇതുണ്ടാകുക. കരളിൻ്റെ പ്രശ്നമല്ല, കരളിന് മെറ്റബോളൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാൻ പറ്റാത്ത ലെവലിൽ ബിലിറുബിൻ എത്തുമ്പോൾ മഞ്ഞപ്പിത്തം ഉണ്ടാകും. ഇവിടെ കരൾ അടിസ്ഥാനപരമായിട്ട് നോർമലാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കരളിൻ്റെ രോഗമാണ്. നമ്മൾ ഈ RBC നശിപ്പിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ബിലിറുബിനെ, ഈ മഞ്ഞ പിഗ്മെൻറ്റിനെ ലിവർ അത് പിത്തരസമായിട്ട് മാറ്റി കുടലിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ലിവറിന് ഡാമേജ് വരുമ്പോൾ, അല്ലെങ്കിൽ ലിവറിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഈ ബിലിറുബിൻ ഈ മഞ്ഞ പിഗ്മെൻറ്റിനെ പിത്തരസമാക്കി മാറ്റാനുള്ള ലിവറിൻ്റെ കഴിവ് നഷ്ടപ്പെടുന്നു. ആ അവസ്ഥയിൽ മഞ്ഞപ്പിത്തം ഉണ്ടാവും. ഇത് വളരെ ഗൗരവതരമായ അസുഖമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ശുചിത്വമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. ശരിക്ക് ശുചിയായിട്ടല്ലാത്ത ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഈ ആഹാരത്തിലൂടെയാണ് ഈ ഹെപ്പറ്റൈറ്റിസിൻ്റെ വൈറസ് രക്തത്തിൽ പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് A, അതായത് ഭക്ഷ്യവസ്തുക്കളിലൂടെ ശരീരത്തിലേക്ക് വരുന്ന മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഹെപ്പറ്റൈറ്റിസ്. ഇതാണ് വേനൽക്കാലത്ത് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ശരീര ശുചിത്വമില്ലായ്മ, മലമൂത്ര വിസർജനത്തിന് ശേഷം കൃത്യമായിട്ട് കൈ കഴുകാതിരിക്കുക, ഭക്ഷ്യപദാർത്ഥങ്ങൾ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യുക, ഇതിലൂടെയാണ്. അതുപോലെ തന്നെ ശുചിയല്ലാത്ത വെള്ളം ഉപയോഗിക്കുമ്പോൾ, അതുകൊണ്ടാണ് തിളപ്പിച്ചാറ്റിയ വെള്ളം പ്രത്യേകിച്ചും വേനൽക്കാലത്ത് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് ഹെപ്പറ്റൈറ്റിസ് C. ഇത്
നമ്മൾ ഭക്ഷണത്തിൽ കൂടിയല്ല, പാരൻ്റൽ എന്ന് പറയും. അതായത് ഇഞ്ചക്ഷൻ മൂലം രക്തം സ്വീകരിക്കുന്നതിലൂടെ, പ്രത്യേകിച്ച് രക്തബാങ്കിലൂടെ അല്ലാതുള്ള ടെസ്റ്റ് ചെയ്യപ്പെടാത്ത രക്തം സ്വീകരിക്കപ്പെട്ടവർക്ക് ചില ഓപ്പറേഷനുകൾക്ക് ശേഷം അണുവിമുക്തമല്ലാത്ത ഉപകരണങ്ങളാൽ ഓപ്പറേഷൻ ചെയ്യുക, ഇങ്ങനെയുള്ള, അതോടൊപ്പം തന്നെ മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്നവർക്ക് ശുചിയല്ലാത്ത സൂചി ഉപയോഗിച്ച് ഇഞ്ചക്ഷൻ എടുക്കുക, ഇങ്ങനെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ഹെപ്പറ്റൈറ്റിസ് സി. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് ബി നമുക്ക് തടയാൻ സാധിക്കും, അതിന് വാക്സിനേഷൻ ഉണ്ട്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് സിക്ക് വാക്സിനേഷൻ ഇല്ല. അങ്ങനെയുള്ളവർക്ക് ഭാവിയിൽ കരളിന് അസുഖം മൂർച്ഛിച്ച് സിറോസിസ് ആകുകയും പിന്നെ ലിവറിന് ക്യാൻസർ വരാൻ വരെയുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞ പ്രധാനമായിട്ടും വൈറസുകളാണ്. എന്നാൽ വൈറസുകളല്ലാതെ പല അണുക്കൾ, നമുക്കറിയാം എലിപ്പനി, ഡെങ്കു, ഇങ്ങനെയുള്ള പല അസുഖങ്ങളിലും ലിവറിൻ്റെ ഡാമേജ് മൂലം നമുക്ക് മഞ്ഞപ്പിത്തം വരാം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മരുന്നുകളുടെ പാർശ്വഫലം. അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ, പ്രത്യേകിച്ച് ഹെർബൽ മെഡിസിൻസ്, വേദന സംഹാരികൾ, ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കുന്ന പല മരുന്നുകളും ലിവറിന് ഡാമേജ് വരാം. അപ്പം അതുകൊണ്ട് ലിവറിൻ്റെ അസുഖം മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തത്, നമ്മൾ പറഞ്ഞു ഈ മഞ്ഞ പിഗ്മെൻറ്റിനെ പിത്തരസമാക്കി കുടലിലേക്ക് ഒഴുക്കുകയാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ കുഴലുകളിൽ ഉണ്ടാകുന്ന തടസ്സം, അതായത് പിത്തരസത്തിൻ്റെ ഈ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതിന് നമ്മൾ സാധാരണ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, അതായത് ഒബ്സ്ട്രക്ഷൻ, തടസ്സം കൊണ്ടുള്ള ജോണ്ടിസാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിത്താശയത്തിലെ കല്ലുകളാണ്. ഇതോടൊപ്പം തന്നെ ഈ പിത്തനാളിയോട് അനുബന്ധമായിട്ടുണ്ടാകുന്ന ചില ക്യാൻസർ, ഉദാഹരണമായിട്ട് പാൻക്രിയാസിൻ്റെ ക്യാൻസർ, ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നമുക്ക് മഞ്ഞപ്പിത്തം വരാം. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് എല്ലാ മഞ്ഞപ്പിത്തവും ഒന്നുപോലെയല്ല, പല കാരണങ്ങളാണ്. അതിൻ്റെ പരിശോധനയ്ക്ക് ശേഷം എന്താണ് എന്ന് രോഗം നിശ്ചയിച്ചിട്ട് വേണം മരുന്നുകൾ കഴിക്കാൻ. അല്ലാതെ എല്ലാത്തിനും ഒറ്റമൂലി അല്ല ഹെർബൽ മെഡിസിൻ കഴിച്ചാൽ മഞ്ഞപ്പിത്തം മാറും എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ ചുവന്ന അണുക്കളുടെ അനിയന്ത്രിതമായ നാശം. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് അരിവാൾ രോഗം, നമ്മുടെ സിക്കിൾ സെൽ എന്ന് പറഞ്ഞ അസുഖം. രണ്ടാമത് പറഞ്ഞു പിത്തരസത്തിലെ തടസ്സം. പിത്തരസത്തിലെ തടസ്സത്തിൻ്റെ ഇതാണ് നമ്മൾ കാണുന്ന പിത്താശയ സഞ്ചി. പിത്താശയ സഞ്ചിയിൽ നിന്നും ബൈൽ ഡക്റ്റ് വഴി നമ്മുടെ കുടലിലേക്ക് പിത്തരസം വരുന്ന വഴിയാണ്. അതിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ പാൻക്രിയാസ് എന്ന് പറഞ്ഞ അവയവം. അപ്പോൾ പാൻക്രിയാസിലൊരു ക്യാൻസർ വരികയാണെങ്കിൽ നമുക്ക് ഈ ട്യൂബിന് ഒബ്സ്ട്രക്ഷൻ വരികയും മഞ്ഞപ്പിത്തം വരികയും ചെയ്യാം. അതുപോലെ തന്നെ കല്ലുകൾ, ഈ വഴിയിൽ എവിടെയെങ്കിലും സ്റ്റോൺസ് ഉണ്ടാകുകയാണെങ്കിൽ, അപ്പം പിത്തരസത്തിൻ്റെ തടസ്സം, പിത്താശയ കല്ലുകൾ, മുഴകൾ, വീക്കം, ഇതുമൂലം പിത്തരസം ഒഴുകുന്ന തടയുകയും മഞ്ഞപ്പിത്തം വരികയും ചെയ്യാം. അപ്പോൾ ഇത് ഹെപ്പറ്റൈറ്റിസിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള രോഗമാണ്, ചികിത്സയും വ്യത്യാസമാണ്. ഇനി നമുക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യമേ തന്നെ എല്ലാവർക്കും അറിയാം, അത് കണ്ണിൻ്റെ വെള്ളം മഞ്ഞ നിറമാകുക, ചർമ്മത്തിൻ്റെ മഞ്ഞ നിറം, മൂത്രം കടുത്ത മഞ്ഞ നിറത്തിൽ അല്ലെങ്കിൽ ഇരുണ്ട നിറത്തിൽ പോവുക, ചില ആൾക്കാർക്ക് മലം വിളറിപ്പോകാം. അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഓബ്സ്ട്രക്ഷൻ കൊണ്ടുണ്ടാകുന്ന തടസ്സം കൊണ്ട്, പിത്താശയത്തിലെ രസത്തിൻ്റെ തടസ്സം മൂലം ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തത്തിൽ മലം വിളറിപ്പോകാം, ദേഹത്ത് ചൊറിച്ചിലുണ്ടാകാം, അനിയന്ത്രിതമായ ക്ഷീണം, ചിലർക്ക് വയറുവേദന വരാം, ഛർദി വരാം, ഭക്ഷണത്തോട് താല്പര്യമില്ലാതെ വരാം, സ്മോക്കേഴ്സ് ആണെങ്കിൽ അവർക്ക് പുകവലിക്കാൻ താല്പര്യമില്ലാതെ വരാം. അങ്ങനെ പല ലക്ഷണങ്ങളുണ്ട്. പക്ഷേ പ്രധാനമായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് മഞ്ഞപ്പിത്തം തടയാൻ സാധിക്കുക? തടയുന്നത് പ്രധാനമായിട്ടും ഏത് തരമാണെന്നനുസരിച്ചിരിക്കും. നമുക്ക് ഏറ്റവും കൃത്യമായിട്ട് തടയാൻ സാധിക്കുന്ന ഒന്ന് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഇതിന് വാക്സിനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ശുചിത്വം, ഭക്ഷണത്തിൻ്റെ കൈകാര്യം ചെയ്യുന്നതിലെ ശുചിത്വം, ഇതുമൂലം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. ഹെപ്പറ്റൈറ്റിസ് ബിക്കും വാക്സിനുണ്ട്. ഇത് രണ്ടും കൃത്യമായിട്ട് നമുക്ക് തടയാൻ സാധിക്കുന്ന അസുഖമാണ്. പിന്നെയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശാരീരിക ശുചിത്വം. ഭക്ഷണത്തിന്
ശുചിയായിട്ട് കൈകാര്യം ചെയ്യുക. ഇത് അതിന് കാരണം ഞാൻ പറഞ്ഞു, ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ളത് ഭക്ഷണത്തിൽ കൂടെ, വെള്ളത്തിൽ കൂടെ മാത്രം പകരുന്ന അസുഖമാണ്. കരളിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസുഖം നമുക്കറിയാം മദ്യമാണ്. അതായത് വൈറസുകളും ബാക്ടീരിയ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യനുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലിവറിൻ്റെ അസുഖം ആൽക്കഹോൾ ഉപയോഗം കൊണ്ടാണ്. ഇപ്പം മദ്യപാനം നിയന്ത്രിക്കുക, മദ്യം ഒഴിവാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു തുള്ളി മദ്യം പോലും അപകടകരമാണ്. ഒരു സേഫായിട്ടുള്ള ഒരു ലെവലില്ല. അതോടൊപ്പം തന്നെ നമ്മൾ മരുന്നുകളുടെ ഉപയോഗത്തിലും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അത്യാവശ്യമല്ലാത്ത കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് കഴിക്കുന്ന ടെൻഡൻസി ഒഴിവാക്കണം. ഇത് മോഡേൺ മെഡിസിൻ മരുന്നുകൾ മാത്രമല്ല, ഹെർബൽ മെഡിസിൻസും ഏത് തരത്തിലുള്ള മരുന്നുകളാണെങ്കിലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ കഴിക്കാതിരിക്കുക. ഇതോടൊപ്പം തന്നെ ആരോഗ്യകരമായ ജീവിതശൈലി പ്രധാനപ്പെട്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സമീകൃതമായ ആഹാരം കഴിക്കുക, പതിവായി വ്യായാമം ചെയ്യുക, ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിക്കുക. ഇതെല്ലാം കരളിൻ്റെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ കരൾ രോഗങ്ങൾ വരാൻ സാധ്യത കുറയ്ക്കുകയും ചെയ്യും. പിന്നെ ആവശ്യമുള്ളപ്പോൾ മെഡിക്കൽ ചെക്കപ്പുകൾ ചെയ്യുന്നതും രോഗം നേരത്തെ കണ്ടുപിടിക്കുന്നതിന് നല്ലതാണ്. അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞത് മഞ്ഞപ്പിത്തം ഒരു രോഗമല്ല, ആരോഗ്യ പ്രശ്നത്തിൻ്റെ ദൃശ്യമായ ഒരു അടയാളം മാത്രമാണ്. ഇത് സാധാരണയായിട്ട് കരൾ രോഗം, രക്താണുക്കളുടെ അസുഖം അല്ലെങ്കിൽ പിത്തരസത്തിൻ്റെ തടസ്സം, ഈ 3 കാരണങ്ങളാലാണ് ഉണ്ടാവുക. മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയണം, നേരത്തെ തന്നെ വൈദ്യസഹായം നേടണം. അതോടൊപ്പം തന്നെ നമുക്ക് ഇത് തടയുന്നതിന് വേണ്ടി വാക്സിനേഷൻ, ശുചിത്വം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പിന്തുടരാം. ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിചാരിക്കുന്നു. താങ്ക് യു.